ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഐസ്ക്രീം 8 ആണ് കളിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ ഐസ്ക്രീം കളിച്ചിട്ട് കുറേ ദിവസമായി. നമ്മൾ 5ഉം 4ഉം കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നോക്കാം, കളിയിലേക്ക് കയറാം. തുടക്കം ഒരു സ്റ്റോറി ഉണ്ടായിരുന്നു. സംഭവം വേറെ ഒന്നുമല്ല, പിള്ളേരെ കാണാനില്ലായിരുന്നു എന്നാണ് പറയണം. അപ്പം എന്തോ കംപ്ലൈൻ്റ് കൊടുത്തു. നമ്മളാണ് ആ പിള്ളേർ. അപ്പോൾ നമ്മൾ പോയി നിന്ന് രക്ഷപ്പെടാൻ നോക്കണം, അത്രേ ഉള്ളൂ. അതിക്കുമ്പോൾ മറ്റേ മച്ചാൻ വരാണ്ട് ഐസ്ക്രീം നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. നമ്മൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ പണി കിട്ടും, അത് വരാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ നോർമൽ മോഡിലിട്ട് കളിക്കണത്, ഹാർഡൊന്നുമല്ല. ഇതൊക്കെ നീക്കാം. പയ്യന്മാരായിട്ട് നമുക്ക് നേരെ അടിയിലേക്ക് ഇറങ്ങാം. പയ്യന്മാരെ നമ്മ രക്ഷിക്കാം. ഓക്കെ, നമ്മുടെ മച്ചാൻ വിളിക്കാനുണ്ട് കൂട്ടുകാരെയൊക്കെ. അവന്മാരിപ്പോഴും നീക്കൊണ്ടിരിക്കുകയാണ്. അതെ, ചാടി തുടങ്ങി. മറ്റവന്മാർ രണ്ടൊരു മൂഞ്ചിന്നാണ്. തടിയനെ പിടിച്ച് പുള്ളിയുടെ തല പകുതിയില്ല. വലിയ കാര്യമായിട്ടൊന്നും. അപ്പോൾ ഗൈസ് വാനിൽ എന്തോ കയറിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മാപ്പൊക്കെ നൈസായിട്ട് പോകാം. എങ്ങാടെ പോകണ്ടേന്ന് പറഞ്ഞൂടാ ഗൈസ്. ഇതിനകത്ത് ഈവിളിനുണ്ടെന്നൊക്കെ പറയണത്. നമുക്ക് എന്തായാലും നോക്കാം, കളിച്ചു നോക്കാം. അവിടെ നോക്കാം. ഇത് നമുക്ക് നൈസായിട്ട് ജോസഫിൻ്റെ കോട്ടേജിലേക്ക് പോവാം. വാനിൽ കയറാം നമുക്ക് നൈസായിട്ട്. ഗൈസ് അപ്പോൾ വാനിൽ പ്രത്യേകിച്ച് ഒന്നും ഇരുന്ന ഓർമ്മ. ഇവിടെ നിന്ന് നൈസായിട്ട് പുറത്തേക്ക് ഇതെന്താ വന്നേ. അങ്ങനെ നമ്മ അപ്പുറത്തേക്ക് കടന്നുണ്ട്. മെയിൻ ആളെത്തി. ഈ വില്ലന് എന്തൊക്കെ കാര്യമായിട്ട് പറയുന്നുണ്ട്. തലക്കിട്ട കടിക്കുന്നൊക്കെ പറയണം. നൈസായിട്ട് നിങ്ങൾ ഈ വെള്ളം കാണാത്ത ഫണ്ണോളജി ഇട്ടിട്ടുണ്ട്, പോയി കണ്ടിട്ട് വരാ. ആ അടിപൊളി, കിട്ടി തുടങ്ങിയുള്ളൂ. അപ്പം തന്നെ പിടിച്ച് നമ്മളടിച്ചിട്ട് എൻ്റെ പൊന്നോ ഗൈസ്. അപ്പുറത്തുനിന്ന് രണ്ടും ഇപ്പുറത്തുനിന്നും കളി തുടങ്ങിയതും കുഴിയിലായി. ഇതേ ഓടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. നമ്മളെ കുഴിച്ചിടാനുള്ള പരിപാടിയാണ്. കളി തുടങ്ങിയത് ഓർമ്മയുള്ളൂ, അപ്പോഴേക്കും മണ്ണിൻ്റെ അടിയിലായി ഗൈസ്. അങ്ങനെ വീണ്ടും വാനിന്ന് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം വീണ്ടും ജോസഫിൻ്റെ കോട്ടേജിൽ തന്നെ പോവാം. നൈസായിട്ട് നമുക്ക് ഈ ഡോറ് തുറന്നിട്ട് ഇത് നേരത്തെ പോലെ തന്നെ ആ കുഴീൻ്റെ അടിയിലേക്ക് കയറി പോവാം. അതെ, കിട്ടി. നമ്മുടെ ഐസ്ക്രീമിൻ്റെ വാനൊക്കെ അവിടെ കിടപ്പുണ്ട്. ഗൈസ് വന്ന് കയറിയുള്ളൂ അപ്പം തന്നെ. എൻ്റെ പൊന്നോ, ആരെയും കാണാല്ലേ ഗൈസ്. ഗൈസ് ഇപ്പം നോയ്സ് സെൻസിറ്റീവ് ആണെന്നാണ്, അതുകൊണ്ട് നമുക്ക് നൈസായിട്ട് മാറ്റി പിടിക്കാം. ഗൈസ് നടക്കണവരെ അതിന് മനസ്സിലാവും, നടക്കണ സൗണ്ട് വരെ മനസ്സിലാവുന്നു. അതാ കുഴപ്പം. ഐസ്ക്രീം ഉണ്ട്, അതാണ് എല്ലാവരും ഹൈലൈറ്റ്. നമുക്ക് നൈസായിട്ട് ഇതിൻ്റെ അടി ഉള്ളിൽ കയറി ഒന്ന് ഒളിച്ചിക്കേണ്ട ആവശ്യമില്ല, അത് പോയെന്നാണ്. അത് വന്നാലും നമ്മൾ ഇടിച്ചിടും. 2 ഇടി കൊടുക്കും. ഗൈസ് ഇന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല, ഒരു രക്ഷയില്ല ഗൈസ്. ഇവിടെ നിന്നാണ് മുതലേ ഉള്ളത്. അയ്യോ, ഐറ്റത്തിന് കാണാനില്ല, വെള്ളത്തിലായിരിക്കണത് ഉണ്ടാവണത്. ഇവിടെ എന്തോ തീയൊക്കെ കത്തിക്കുന്നുണ്ട്. അതേ വന്നി പറഞ്ഞില്ല, ഓടി തന്നെ മുതല. ഗൈസ് ഇത് നമ്മ എങ്ങാട് പോകണം, അങ്ങാട് തന്നെ നീങ്ങും. അങ്ങനത്തെ ഒരു സാധനമാണ് ഗൈസ്. അത് ഇനി കുറച്ചും കൂടെ മുന്നിലായി കഴിഞ്ഞാൽ നമ്മൾ വെട്ടിയിലോ ആവും. അതിനേക്കാളും നമുക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്കാം. വീട്ടിൽ കയറാം ഗൈസ്. ഏതൊരു സെറ്റപ്പ് സ്ഥലത്തേക്ക് നമ്മൾ വരുന്നുണ്ട്. ജോസഫിൻ്റെ വീടല്ല ഏതായാലും ഗൈസ്. ഇതാണ് അതെ, ലൊക്കേറ്റഡ് ഇൻസൈഡ് കോട്ടേജ്. കീ ഇവിടെ നിന്ന് എടുക്കാനാ പറയണ, കീ ഇവിടെ നിന്ന് ഒപ്പിക്കാനാ പറയണം. കീ ഇവന്മാരൊക്കെ നമ്മ ഉണ്ണകളാ, നോക്കിക്കണം. എഗ്ഗൊന്നും വേണ്ട, മച്ചാൻ്റെ എന്നുള്ളത് ഒന്നുമില്ലാണ്ട് പറഞ്ഞേക്കാണ് തടിയൻ. മച്ചാൻ്റെ ഒന്നുമില്ല. ഇവിടെ 2 വിറക് തീയുമ്പോൾ കത്തിച്ചുകൊണ്ട് വായുമ്പോൾ നോക്കിയിരിക്കണം. ഇതെന്താണ് പരിപാടി? നമുക്ക് നൈസായിട്ട് ഇവിടെ എന്താന്ന് നോക്കാം. ഇവിടെ എവിടെയെങ്കിലും അതിന് എണ്ണുണ്ടാവും, ആ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ഇവിടെയൊക്കെ സ്പെഷ്യൽ കീ വേണോ? അത് നമുക്ക് ഇവിടെ ഒപ്പിക്കണം നോക്കാം ഗൈസ്.
ഗൈസ് ഇത് 3 സ്ഥലത്തും കുറേ ഐറ്റങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അതിവിടെ വഴി കാണിച്ചു തന്നെ ഉണ്ട്. അത് ഇവിടെ പാലമൊക്കെ ഉണ്ട്, പാലം കയറി വെക്കണ സൈഡ്. മുതലേം പിടിക്കൂല നമ്മ. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എന്തോ ഒരു ഈ പുള്ളിക്കാരൻ്റെ വലിയ പ്രതിമയിൽ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കാണണം കേട്ടോ. അത് ഐസ്ക്രീം തന്നെയാണ് കാണുന്നത് ഗൈസ്. ഗൈസ് ഇതൊരു കയറണ സംഭവം തോന്നുന്നു നമുക്ക്. അടിപൊളി. ഡോർ വെറുതെ ഉണ്ടാക്കി വെച്ചോളൂ, തുറക്കാൻ പറ്റില്ല. അതൊക്കെ ഇതിൻ്റെ പ്ലാനാന്ന് തോന്നുന്നു ഗൈസ്. ഞാനൊക്കെയാണെങ്കിൽ ചവിട്ടിപ്പൊളിച്ചാണ് ഇയാളെന്ത് മുന്നേ. അതെ ഗൈസ് ഇവിടെ നൂണ്ട് നമ്മുടെ വാൻ്റെ സ്ഥലം തന്നെ ആയിരുന്നു. നൈസായിട്ട് ഒന്നും കൂടെ പുറത്തേക്ക് പോയി നോക്കാം. അയ്യോ പിടിച്ച് തള്ള പിടിച്ചിരുന്ന ഗൈസ്. ഇല്ല രക്ഷപ്പെട്ടു ഇല്ല ഗൈസ്. ഇതേ പന്നോക്കി മുതലേം തള്ളയും കൂടെ ഒരുമിച്ച് വരും. തള്ള ഈ പ്രാവശ്യം കുഴിച്ചു വിടാനുള്ള പണിയായിട്ട് തന്നെ. പക്ഷെ നമ്മ വീഡിയോ കൊടുക്കൂല. തള്ളേനായിട്ട് നമുക്ക് കളിപ്പിക്കാം. പതുക്കെ വരുമ്പോ അയ്യോ ഗൈസ് പിടിച്ച്. അവസാനം നമ്മ പെട്ടിയിലാതിരുന്നാൽ തള്ള ഭയങ്കര സ്പീഡിലാണ് ഓടണം ഗൈസ്. അയ്യോ ഇതിന് സ്പീഡൊന്നും ഇല്ല, വെറുതെ നൈസായിട്ട് നമുക്കിങ്ങനെ നീങ്ങി തള്ളേനെ വെള്ളത്തിലേക്ക് ഇട്ടാലോ. അയ്യോ ഗൈസ് തൂക്കി. ശരി എന്നാ ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം ജോസഫിൻ്റെ കോട്ടേജ് മാറ്റിയിട്ട് വല്ല മ്യൂസിയത്തിലേക്ക് വിടാം. എൻ്റെ സെയിം സ്ഥലം തന്നെ. പെട്ടി ഗൈസ് ഇവിടെ അതേന ലബോറട്ടറി. ഓക്കെ കിട്ടി. മ്യൂസിയം എവിടെ നിന്ന് അധികം കണ്ടുപിടിക്കണം. നമ്മൾ വീണ്ടും നടന്ന് സംഭവം എല്ലാം ഇവിടെ തന്നെയാണ്. കളി ഫുള്ള് ഇവിടെ തന്നെയാണ് തോന്നുന്നു. പ്രത്യേകിച്ച് വേറെ സ്ഥലമൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതെ മ്യൂസിയം എവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതേ ഇവിടെ ഉണ്ടാവും. അതേനാ മ്യൂസിയം അപ്പുറത്ത് തന്നെ. ഗൈസ് അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ ഇതൊരു ചെറിയ കൂടാരത്തിലെത്തിയുണ്ട്. ഇവിടെ നിന്നാ നോക്കാം പരിപാടി. ഇത് മ്യൂസിയമിലൊന്നും ഇത് കണ്ടിട്ട് മ്യൂസിയമായിട്ട് തോന്നുന്നുണ്ടോ? അതെ ഗൈസ് ഇവിടെ ഭയങ്കര ഇരുട്ടാണ്. മറ്റേ തള്ളനെ വന്നുമില്ല. തള്ള വരണ്ട് ഇപ്പം. തള്ള അതെ ഇവിടെ എന്തെങ്കിലും പണിയുണ്ടാവും. എന്താ ശവപ്പില്ല. എന്തോ ചെസ്സിൻ്റെ കരുപോലത്തെ ഒരു സാധനമുണ്ട്. ചെസ് കളിക്കാറുണ്ടെന്ന് തോന്നുന്നു. നന്നും ഐസ്ക്രീമും കൂടി ചെസ് കളിച്ച് പൊട്ടി അവർ പിരിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണെന്നാണ് ജനറേറ്റർ. ഗൈസ് ഇവിടെ ഒരു വെൻറ്റ് കാണാം. നമുക്ക് അതിനകത്തേക്ക് കയറി നോക്കാം. അതെ ഇവിടെ വെൻറ്റ്. ഗൈസ് അങ്ങനെ നമ്മൾ വെൻറ്റ് നിരന്ന് കയറി. അതെ ഇവിടെ നിന്ന് നമുക്ക് ഇവിടെ ഒരു വഴി കിട്ടിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ തോന്നുന്നു ജനറേറ്റർ ഉള്ളത്. ഗൈസ് ഐസ്ക്രീമിന് പണിയണ പുള്ളിക്കാരൻ അപ്പനും ഒരുമിച്ചിട്ട് കണ്ണു പോയത്. എട്ടിൻ്റെ പണിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇയാളുടെ പേര് അറിയാൻ കമൻറ്റ് ചെയ്യുക. അതെ ഞാനിപ്പോൾ പുതിയതായിട്ട് കളിക്കണം, പരിചയമൊന്നുമില്ല. ആ പുള്ളിക്കാരൻ എങ്ങനെ വന്നാലും പിടിക്കും. എൻ്റെ പൊന്നു അവിടെ അണ്ണിനെ ഒഴിവാക്കിയത് എങ്ങനെ? കുഞ്ഞിച്ചക്കൻ്റെ കാര്യം പറഞ്ഞോളൂ. അതിൽ കുറേ പേരുണ്ട്. പക്ഷേ ഇത് ഒളിച്ചിരിക്കണ സ്ഥലം വരുന്നല്ലേ. നമുക്കതൊക്കെ വേണ്ട വരും. അതെ നോക്കി വെച്ചേക്കാം. അത് വൻ സീനാന്ന് തോന്നുന്നു. അയ്യോ അലാറൊക്കെ അടിക്കണ്ട് ഗൈസ്. സാധാരണത്തിൻ്റെ മേത്ത് ഒരു കൂട്ടം അലാറോമുണ്ട്. ഒരു രക്ഷയില്ല. അയ്യോ പിടിച്ചു നമ്മളെന്താ ചെയ്യണേന്ന് അറിയൂടാ. ഈ കുഞ്ഞാപ്പിക്കരി സാധനം അറ്റാക്ക് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ ഞാൻ ഇത്ര ധൈര്യത്തോടെ ഓടി പോവില്ലായിരുന്നു. ഈ ടൂൾസ് ഒന്നും നമുക്ക് എടുക്കാൻ പറ്റൂലെന്ന് തോന്നുന്നു ഗൈസ്. അയ്യോ വഴി തീർന്നു. അടിയിലേക്ക് ഒരു വഴിയുണ്ട് ഗൈസ്. അത് നമ്മ അതെ അയ്യോ ഗൈസ് മുഖത്തേക്ക് കയറി കൊടുത്തു. അയ്യോ പിടിച്ച് ഗൈസ്. അങ്ങനെ ആ 2 സ്ഥലത്ത് ജോസഫിൻ്റെ കോട്ടേജിലും ലബോറട്ടറിയിലും പോയിട്ട് മൂഞ്ചിയിട്ടുണ്ട്. ഇനി മ്യൂസിയത്തിലേക്ക് എന്താ കളി നോക്കിയിട്ട് വരാം ഗൈസ്. അങ്ങനെ നമ്മൾ എന്നത്തെയും പോലെ ആ വാനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നുമില്ല അവിടെ.
ഇപ്പം ആ തള്ള ഇറങ്ങി വരും ഉറപ്പാണ്. ഇതേ വന്നി ഞാൻ പറഞ്ഞില്ലേ, ആ തള്ളക്ക് അത് തന്നെയാണ് പണി. ഇതിപ്പോൾ കണ്ട് പരിചയമായി, അതുകൊണ്ട് കുഴപ്പമില്ല, പേടിക്കാനില്ല. അതെ, ഇനി നമുക്ക് നോ ഡാമേജാണ്. ഗൈസ് നമ്മൾ ലബോറട്ടറി എടുത്തിട്ട് മ്യൂസിയത്തിലേക്കാണ് പോയത്. ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം. നമ്മവിടെ പൊക്കത്തോട്ടാണ് പോകുന്നത്. ഗൈസ് അങ്ങനെ നമ്മൾ വീണ്ടും നമുക്ക് കിച്ചണിലേക്ക് പോകാൻ പറ്റില്ല. നമ്മവിടെ പോകാമെന്ന് വിചാരിച്ചാണ്, വർക്കായില്ല. നമുക്ക് നൈസായിട്ട് ഈ വഴി തുരന്നുള്ളിൽ കൂടെ പോവാം, അതേ വഴിയുള്ളൂ. അതെ, ഇപ്പോൾ വഴിയൊക്കെ ഏകദേശം മനസ്സിലായിട്ടുണ്ട്. ഗൈസ് ഇവിടെ എന്തോ ആയി, ക്യാബിൻ എന്നത്തെയും പോലെ മൂഞ്ചിപ്പിച്ച് കളഞ്ഞു. അതിവിടെ എന്തോ അടിയിലേക്ക് തുറന്നു പോകാനുണ്ട്, അതും കൂടെ ഒന്ന് നോക്കാം. ഗൈസ് ഇതാണ് ജനറേറ്റർ എന്നൊരു ഡൗട്ട്. ഇത് ക്യാബിനെത്തി, അതൊന്നും കയറിയിട്ട് കാര്യമില്ല. അപ്പോൾ ഇവിടെ തന്നെ വഴി. ഇവിടെ നമുക്ക് നൈസായിട്ട് ഇത് മാറ്റി ഉള്ളിലേക്ക് കയറാം. അപ്പോൾ പയ്യൻ വെൻറ്റിലൊക്കെ പിടിച്ച് കയറുന്നുണ്ട്. അതിൻ്റെ താഴെ എത്തിയിട്ടുണ്ട്. ഗൈസ് ഇവിടെയാണ് ആ തടിയൻ റോബോട്ടുള്ളത്. രണ്ട് ഇടിക്കും. കളി തുടങ്ങിയിട്ടുള്ളൂ. കുഞ്ഞിച്ചക്കൻ തന്നെ ഭയങ്കര സീനാണ്. അതെ, നമുക്ക് നൈസായിട്ട് ഗൈസ് ഒരു 10 അലാറം അടിച്ച് പേടിപ്പിച്ചിട്ടൊക്കെയാണ് ആ സാധനം ഓടി വന്നത്. അതിന് 1 ഡാമേജ് കൊടുക്കും നമ്മ. ഗൈസ് അത് രക്ഷയില്ലട്ടോ, അതിനെ നമ്മ കളിപ്പിക്കും. ഓ അത് ചത്ത് ഗൈസ്. ഗൈസ് ഇത് നമ്മളെയും പിടിച്ച് അതും ചത്ത്. ഗൈസ് ഇവിടെ എന്തോ ഒരു ടേബിളൊക്കെ കാണാം, നമുക്ക് നൈസായിട്ട്. ഇവിടെ ഒന്നും എടുക്കാൻ പറ്റില്ല, എല്ലാം ഡമ്മി സാധനങ്ങളാണ്. അത് താഴെ പണിയെടുക്കാണ്. പിന്നെ എന്തായാലും നമ്മളെ പിടിക്കും കുഞ്ഞിപ്പിക്കിരി. നമുക്ക് നൈസായിട്ട് പണി കൊടുത്ത് നോക്കാം, ട്രാപ്പ് വെക്കാം. ഓക്കെ, കഴിഞ്ഞു. കണ്ടില്ലേ, ശരിക്കും കണ്ടു, അത്രേ ഉള്ളൂ. കണ്ടില്ലെങ്കിൽ ഒരു എന്താ ചെയ്യാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം ഉണ്ടാവും. എവിടെ നിന്നൊക്കെ വന്നേന്ന് പറയാൻ പറ്റില്ല. ഇയാക്കടെ മക്കളാന്ന് തോന്നുന്നു, അപ്പൂപ്പന് മക്കളൊക്കെ ഉണ്ട്. അതെ അതെ, ഇവിടെ മറ്റേ പുള്ളിക്കാരൻ അലാറം അടിച്ച് ഇറങ്ങി തോന്നുന്നു പരിപാടി. നമുക്ക് നൈസ്. അയ്യോ വന്നുണ്ട് ഗൈസ്. ഗൈസ് ഇവിടെ എന്താ ജയില്? അയ്യോ ജയിലിൽ നമുക്ക് കയറി വന്ന സ്ഥലമല്ല, നമുക്ക് തിരിഞ്ഞടക്കാം. അയ്യോ നമുക്ക് ഇപ്പോഴത്തെ കാരണം പറ്റിക്കാം, പുള്ളിക്കാരൻ ഇവിടെ ഒന്നുമില്ല. അയ്യോ അയ്യോ ഡാമേജ്. ഗൈസ് അങ്ങനെ നമ്മ 3 സ്ഥലവും കളിച്ച്, ലബോറട്ടറി, ജോസഫ് ഏട്ടൻ്റെ സ്ഥലവും പിന്നെ മറ്റേ മ്യൂസിയം കളിച്ച്. 3 സ്ഥലത്തും മൂഞ്ചി. അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് ഇനിയൊന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലായി. അതുകൊണ്ട് നമ്മ ഇവിടെ കളി നിർത്തുകയാണ്. ബൈ.